ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ഗാലക്സിയുടെ J6 Plus എന്ന ഗാലക്സിയുടെ പുതിയൊരു മോഡൽ മൊബൈൽ ഫോണാണ്. വീഡിയോ കാണുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ചാനൽ കാണുന്നത് എങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രോഡക്റ്റ് നമുക്കിവിടെ റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് മൊഹൈത്ത് ലാഗർ നഖലിയാത്ത് എന്ന ട്രാവൽ കമ്പനിയാണ്. ഇത് ഗാലക്സിയുടെ ഒരു ലേറ്റസ്റ്റ് മൊബൈലാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ ഫോൺ റിലീസ് ആയിരിക്കുന്നത്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗാലക്സിയുടെ J6 Plus എന്ന ഈ മൊബൈലിന് 32 GB സ്റ്റോറേജോടുകൂടി 3 GB റാം ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ 64 GB-യിൽ 4 GB റാമോടുകൂടി ഈ മൊബൈൽ ലഭ്യമാണ്. മറ്റു ഗാലക്സികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മൊബൈലിൻ്റെ കൂടെ ഒരു കവർ ബാക്ക് പൗച്ച് ഇതിന് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒരുപോലെ തന്നെയാണ്. ഒരു ഹെഡ്ഫോണും ഒരു ചാർജറും ഫ്രീ ആണ്. ഫാസ്റ്റ് ചാർജിങ് ഈ മൊബൈലിൽ ലഭ്യമല്ല. എൻ്റെ കയ്യിലുള്ള ഈ മൊബൈൽ 32 GB 3 GB റാമോട് കൂടിയുള്ള മൊബൈലാണ്. ഇനി നമുക്ക് ഈ മൊബൈൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനു മുമ്പ് റിലീസായ J6-ൽ നിന്നും J6 Plus ആകുമ്പോൾ വളരെ വലിയ വ്യത്യാസം തന്നെയുണ്ട്. വലിപ്പത്തിലും ഇതിൻ്റെ ഡിസൈനിങ്ങിലും വളരെയധികം വ്യത്യാസം വരുന്നുണ്ട്. മറ്റു മൊബൈലിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റാണ്. ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്നത് സൈഡിലാണ്. J6-നാവട്ടെ അത് ബാക്ക് സൈഡിലാണ് വരുന്നത്. ഈ മൊബൈൽ ഇന്ന് മാർക്കറ്റിൽ 4 കളറിൽ ലഭ്യമാണ്. ബ്ലാക്ക്, ഗ്രേ, റെഡ്, ബ്ലൂ എന്നീ 4 കളറിൽ മൊബൈൽ ലഭ്യമാണ്. ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി വരുന്നത് ആൻഡ്രോയിഡിൻ്റെ 8.1 ആണ്. ഇനി നമുക്ക് മൊബൈൽ ഫോൺ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇനി നമുക്ക് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് ഞാൻ കണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 8 മെഗാപിക്സൽ എന്നതാണ്. പക്ഷേ ഇതിൻ്റെ ബാക്ക് ക്യാമറ, അതായത് മെയിൻ ക്യാമറ, അത്യാവശ്യം നല്ല ക്ലിയർ തന്നെയുണ്ട്. ബാക്കിൽ 2 ക്യാമറയാണ് ഉള്ളത്. ഒന്ന് 13 മെഗാപിക്സൽ, ഒന്ന് 5 മെഗാപിക്സൽ. കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്.